ഹലോ ഹായ്. അപ്പോൾ ഞാൻ എൻ്റെ കൂൺ ഷെഡ് ഒന്നും കൂടി കാണിക്കാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പം നമ്മളെ കൂൺ ഷെഡിൽ ഏകദേശം നമ്മളെ കൂൺ ബെഡെല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 10-18 ദിവസമായ ബെഡാണ് കേട്ടോ. അപ്പോൾ മൈസീലേക്ക് നന്നായിട്ട് പടർന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇതാണ് മൈസീലിയം, കണ്ടില്ലേ? ഈ മുകളിൽ കാണുന്ന ഈ സംഭവത്തിനാണ് മൈസീലിയം എന്ന് പറയുക. അത് സ്പ്രെഡായി മൊത്തത്തിൽ വൈറ്റ് നിറം വരും ബെഡിൽ, കണ്ടല്ലേ? നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ കീറിലിട്ട് കൊടുത്ത്, ഇന്ന് രാവിലെ ഞാൻ കീറിലിട്ട് കൊടുത്ത്, ഞാൻ ഈ രീതിയിലാണ് കേട്ടോ കീറിലിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കീറിലിട്ട് കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് കീറ് നമ്മൾ ഇട്ട് കൊടുക്കരുത്. ഒരുപാട് കീറിലിട്ട് കൊടുത്താൽ എന്നാ സംഭവം എന്ന് വെച്ചാൽ അതിനകത്ത് നമ്മളെ ഈ പ്രാണികൾ എന്തെങ്കിലും വന്ന് മുട്ടയിട്ട് പുഴുക്കളൊക്കെ ആയി മാറും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് മാത്രമേ നമ്മൾ കീറിലിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഈ മുകളിൽ ഭാഗത്തായിട്ട് നമ്മൾ പിന്നു കൊണ്ട് കുത്താനും പാടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഇതിലേ വന്നിട്ട്, കണ്ടില്ലേ, കൂന്തടത്തിൻ്റെ അതിൽ താഴോട്ട് വന്നിട്ട് ഇതിവിടുത്തെ വീഴും. അപ്പോൾ ഇവിടെ വല്ല ഹോളോ ഉണ്ടെങ്കിൽ അത് നേരെ ബെഡിൻ്റെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ ഇവിടുത്തുള്ള ആയ മുകൾ ഭാഗത്ത് വെള്ളം കെട്ടിക്കിടന്നിട്ട് അവിടെ കൊതുകോ അല്ലെങ്കിൽ പ്രാണികളോ മുട്ടയിടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഇത്രയും വരുന്ന വട്ടത്തിൽ നമ്മൾ എന്തായാലും ഇട്ട് കൊടുക്കാൻ പാടില്ല, ഹോൾ ഇട്ട് കൊടുക്കാൻ പാടില്ല. എയർ ഹോളായാലും ശരി. നമ്മളിപ്പോൾ 10-18 ദിവസം ആകുമ്പോഴത്തേനും നമ്മൾ 15-16 ദിവസം, ഞാനിപ്പോൾ 17ാമത്തെ ദിവസമാണ് ഞാൻ വെട്ടിട്ട് കൊടുത്തിട്ടുള്ളത്. ആ വെട്ടിട്ട് കൊടുക്കുമ്പോൾ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നുണ്ടെങ്കിൽ താഴ്ഭാഗത്ത് നമ്മൾ വേണമെങ്കിൽ ചെറിയ പിന്നുകൊണ്ട് ഹോളിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എയർ ഹോളായിട്ട് നമുക്ക് അതിനായിട്ടും കൂണ് കിട്ടും. പക്ഷേ നമ്മളിങ്ങനെ ഒരു കട്ടിങ് എന്തായാലും 15-16 ദിവസം കഴിയുമ്പോൾ ഒന്നിട്ട് കൊടുക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ കൂൺ ബെഡിൻ്റെ ഇത് കണ്ടില്ലേ? ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിലകത്ത് പറഞ്ഞിട്ടുണ്ടായില്ലേ, നമ്മൾ ആവി കയറ്റിയിട്ട് അന്ന് നമ്മൾ ഈ അറക്കപ്പൊടി സ്റ്റീം ചെയ്തെടുത്താണ് എടുക്കുന്നുള്ളത്. അപ്പോൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളത്തിൻ്റെ അംശം അധികമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കെട്ടി നിൽക്കും. അപ്പോൾ കെട്ടി നിൽക്കുന്നത് ഞാൻ എന്നാ ചെയ്യുകയെന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ ബെഡ് എടുത്തിട്ട് എന്ത് എടുക്കും, നേരെ കീഴ്ത്തോട്ട് ഇടും. അപ്പോൾ കീഴ്ത്തോട്ട് ഇട്ടിട്ട് ഇവിടെ 5-6 കുത്തിട്ട് കൊടുത്തിട്ട് അത് കീഴ്ത്തോട്ടിടുമ്പോൾ അതിനകത്തുള്ള ജലാംശം മൊത്തം ഇടും. അപ്പോൾ ഞാനെന്ത് എടുക്കും, വേറെ പണിയും കൂടി എടുക്കും. ഇപ്പോൾ താഴത്തെ ബെഡിലേക്ക് അത് ഉറ്റാണ്ടിരിക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ ടിഷ്യൂ പേപ്പർ ഇടും. അപ്പം അത് ഈ ബെഡ് നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഞാനിപ്പോൾ മൊത്തം 73 ബെഡ് ഇട്ടിട്ടുണ്ടായി. 73-നകത്ത് കുറച്ച് മിൽക്കി ഇട്ടിട്ടുണ്ട്. ഇപ്പുറത്ത് 73 കൂട്ടാതെ കുറച്ച് മിൽക്കി ഇട്ടിട്ടുണ്ട്. ആ മിൽക്കി ഇപ്പോൾ ഞാൻ മുകളിൽ ഷെഡാക്കിയിട്ട് അങ്ങോട്ടേക്ക് മാറ്റും. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ലാസ്റ്റ് കുറച്ച് ഒരു നമ്മളെ പൊടി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനോർത്ത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാനങ്ങനെയൊക്കെ. അപ്പോൾ ഏറ്റവും സെറ്റായി അടിപൊളിയായിട്ടുള്ള ഈ സംഭവം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂണ് വാങ്ങിയതിൻ്റെ വിത്ത്. അപ്പോൾ നമ്മൾ വിത്ത് വാങ്ങിയില്ലേ, കൂണിൻ്റെ വിത്ത് വാങ്ങിയില്ലേ, അതിൻ്റെ പാക്കറ്റാണ് കേട്ടോ ഇത്. അപ്പം വിത്ത് വാങ്ങിയ പാക്കറ്റ് നമുക്ക് കളയൊന്നും വേണ്ട. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ചെറുതായിട്ടുള്ള സ്ഥലപരിമിതിയുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഇതൊക്കെയാണ് ഇപ്പോൾ കാണുന്നില്ലേ, നോക്കില്ല, അടിപൊളിയായില്ല. ഒറ്റൊരെണ്ണം പോലും ഒന്നിനൊരു ബുദ്ധിമുട്ടോ കാര്യമൊന്നുമില്ല, നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം എനിക്കിപ്പോൾ ഒരു 5-6 ദിവസത്തിനുള്ളിൽ ഇന്നലെ ഈൽഡ് കിട്ടാൻ തുടങ്ങും. അപ്പം ഞാൻ നമ്മളെ വിളവെടുക്കുന്നൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം. അപ്പോൾ കൂണിന് താല്പര്യമുള്ള ആൾക്കാർ ഞാൻ ഈ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പർ നോക്കിയിട്ട് വിളിക്കുകയാണെങ്കിൽ അടുത്തല്ലാന്നെങ്കിൽ ഞാൻ എത്തിക്കാം. ചെങ്ങളയിൽ കടകളിലെല്ലാം കൊടുക്കാമെന്ന് ഓർത്തിട്ട് നിൽക്കുന്നുണ്ട്. ഇൻഷാ അള്ളാ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്താൽ എത്തിക്കാൻ പറ്റുന്നിടത്ത് എത്തിക്കാം. ഓക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.